ഹലോ, വെൽക്കം ബാക്ക് ടു ലേഡീസ് പ്ലാനറ്റ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ യൂട്യൂബിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന മാവ് കലക്കി ചുട്ടെടുക്കുന്ന നൂൽ പൊറോട്ടയാണ് കേട്ടോ. സാധാരണ നമുക്കൊരു പൊറോട്ട ഉണ്ടാക്കണമെങ്കിൽ ഒരുപാട് സമയവും ഒരുപാട് പണിയൊക്കെ എടുക്കണം അല്ലേ. മാവ് കുഴക്കണം, പരത്തണം, വീശി അടിക്കണം, അങ്ങനെ ഒരുപാട് റിസ്ക്കാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് വെറും 2 മിനിറ്റ് കൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു നൂൽ പൊറോട്ടയാണ് കേട്ടോ. കുട്ടികളൊക്കെ പൊറോട്ട വേണമെന്ന് പറയുമ്പോൾ അവരെ കണ്ണിപ്പൊടിയിടാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റം തന്നെയാണ്. കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കാം, നിങ്ങൾക്ക് ഇഷ്ടമാവും. നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കാം. വീഡിയോയിലേക്ക് പോണതിൻ്റെ മുൻപായിട്ട് താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാൻ ആദ്യം മിക്സിയുടെ ജാറിലേക്ക് 2 കോഴിമുട്ട ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ടത് മൈദയാണ്. ഞാനിവിടെ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. മൈദയ്ക്ക് പകരം നിങ്ങൾക്ക് ഗോതമ്പ് പൊടി വേണമെങ്കിൽ അതും എടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ആവശ്യത്തിനുള്ള ഉപ്പും കുറേശ്ശെ വെള്ളവും ചേർത്തിട്ട് നമുക്കിത് നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാനിപ്പോൾ മൊത്തത്തിൽ 1 കപ്പ് മൈദയിലേക്ക് 1 കപ്പിനേക്കാളും 1.5 ടേബിൾ സ്പൂണോളം വെള്ളം കുറവുണ്ടാവും. അത്രയാണ് കേട്ടോ ചേർത്തത്. 1 കപ്പ് മുഴുവനായിട്ട് അങ്ങോട്ട് എടുത്തിട്ടില്ല. ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ മാവ് വേണ്ടത്. പിന്നെ ഇതുപോലെ ഒരു ഐസിങ് ബാഗിലേക്ക് ഞാൻ ഈ മാവ് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഒരു കുപ്പിയിലാണെങ്കിലും കുഴപ്പമില്ല, കുപ്പീൻ്റെ മൂടിക്കൊരു ഹോളിട്ട് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഇതുപോലെ ഒരു ഐസിങ് ബാഗോ ഏതെങ്കിലും ഒരു പ്ലാസ്റ്റിക് കവറോ എടുക്കാം. എന്നിട്ട് ഒരു തവ ചൂടാക്കിയിട്ട് അതിലേക്ക് നമുക്ക് ഈ ഐസിങ് ബാഗിൻ്റെ അറ്റം ഒന്ന് കട്ട് ചെയ്തിട്ട് അതിലേക്ക് മാവ് ഇതുപോലെ ചുറ്റിച്ച് ഒഴിച്ചു കൊടുക്കാം. ആദ്യത്തെ ഒന്ന് ചുട്ടെടുക്കുമ്പോൾ നമുക്ക് ആ ഒരു കറക്റ്റായിട്ടുള്ളൊരു ഐഡിയ കിട്ടൂല കേട്ടോ. ആദ്യത്തെ ഒന്ന് നമുക്കൊന്ന് ഫ്ലോപ്പ് ആവും, കാരണം അത് നമ്മൾ ആദ്യമായിട്ട് അങ്ങനെ ചുറ്റിച്ച് കൊടുക്കല്ലേ. പിന്നെ അതങ്ങനെ റെഡി ആയിട്ട് കിട്ടും കേട്ടോ. ഫ്ലോപ്പ് ആവാൻ മീൻസ് അതിൻ്റെ ഷേപ്പൊന്നും നമുക്ക് നല്ല കറക്റ്റായിട്ട് കിട്ടില്ല. അത് നമ്മളിപ്പോൾ ഏത് ദോശയാണെങ്കിലും ആദ്യത്തെ ഒന്ന് ചെയ്യുമ്പോൾ ഒന്നങ്ങോട്ട് എന്തെങ്കിലുമൊക്കെ ആയി പോകുമല്ലേ. പിന്നെ നമുക്കിങ്ങനെ ഇങ്ങനെ ചെയ്താൽ മതി, അങ്ങനെ ഒരുപാട് ഐഡിയകൾ അതിൽ തന്നെ കിട്ടുമല്ലോ. അപ്പോൾ ഒരു ഭാഗം റെഡി ആകുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. വെളിച്ചെണ്ണയോ നെയ്യോ ഏതെങ്കിലും റിഫൈൻഡ് ഓയിലോ ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നു, അത് മിസ്സായി പോയതാണ് കേട്ടോ. ആദ്യം ഇതുപോലെ പാനിൽ എണ്ണയൊന്നും ഇല്ലാതെ പാനിലേക്ക് മാവ് ചുറ്റിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു ഭാഗം അത് മൂടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, പെട്ടെന്ന് തന്നെ കുക്കായിട്ട് കിട്ടും. മുകളിലായിട്ട് ഇതുപോലെ എണ്ണ ഒന്ന് തൂവി കൊടുക്കാം. എന്നിട്ട് തിരിച്ചിട്ട് കൊടുക്കുക. നല്ലപോലെ മൊരിയിപ്പിച്ചിട്ട് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതെടുക്കുന്ന സമയത്ത് ഇത് മൊരിഞ്ഞതുകൊണ്ട് തന്നെ കുറച്ചിങ്ങനെ ക്രിസ്പി ആയിട്ടുണ്ടെങ്കിലും ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നല്ല പോലെ സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ. ഇപ്പോൾ ഇതാ ഞാനൊക്കെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിങ്ങനെ തൊടുമ്പോൾ തന്നെ ഇങ്ങനെ വലിഞ്ഞ് നല്ലൊരു സോഫ്റ്റായിട്ടാണ് ഉണ്ടാവുക. നല്ല ടേസ്റ്റുമാണ് കേട്ടോ കഴിക്കാൻ. അപ്പോൾ ശരിക്കുള്ള പൊറോട്ടയുടെ അതുപോലെയാണെന്നൊന്നും പറയുന്നില്ല, എന്നാലും നമുക്ക് കുട്ടികൾക്കൊക്കെ പൊറോട്ട വേണമെന്ന് പറയുമ്പോൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയിട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാനും കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്